إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ദീനുൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് ഹലാലായ മാർഗത്തിൽ അധ്വാനിച്ച് സമ്പാദിക്കുക എന്നുള്ളത്. സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി, അവരെ പോറ്റി വളർത്തുന്നതിനു വേണ്ടി ഹലാലായ രീതിയിൽ അധ്വാനിക്കുക എന്നുള്ളത് ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാം വളരെയധികം ആക്ഷേപിച്ച, നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ജനങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അധ്വാനവുമില്ലാതെ, ഒരു പണിയും എടുക്കാതെ മടിയും അലസതയുമായി കഴിയുക എന്നുള്ളത് വളരെയധികം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, മാ അകല അഹദുൻ തആമൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനേക്കാൾ വിശിഷ്ടമായ ഖൈറായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഭക്ഷണങ്ങളിൽ, സമ്പാദ്യത്തിൽ ഏറ്റവും ഖൈറായ സമ്പാദ്യം, ഏറ്റവും ഖൈറായ ഭക്ഷണം എന്നാൽ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് പണിയെടുത്ത് കഴിക്കുന്ന ഭക്ഷണമാണ്, പണിയെടുത്ത് ജീവിക്കുന്ന സമ്പാദ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. ശേഷം അവിടുന്ന് പറഞ്ഞു, ഇന്ന നബിയല്ലാഹി ദാവൂദ് കാന യഅകുലു മിൻ അമലി യദിഹി. അള്ളാഹുവിന്റെ നബിയായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ജീവിക്കുന്നതിന് വേണ്ടി ഒരു പണിക്കും പോകേണ്ടതില്ല, ഭരണാധികാരിയാണ്. എന്നിട്ടുകൂടി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് പണിയെടുത്ത് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുക, അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടമായത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹം ഒരു ഭരണാധികാരിയായിട്ടുകൂടി അധ്വാനിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുകയാണ്, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ നിസ്കാരം അത് കഴിഞ്ഞാൽ, അത് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഫൻതശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുക, ഹലാലായ മാർഗത്തിൽ നിങ്ങൾ സമ്പാദിക്കുക, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ താബിഈ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം യുവാക്കൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅശറ ശബാബ് ഇഹ്തരിഫു, അല്ലയോ യുവാക്കളെ, യൗവനത്തിലുള്ള യുവത്വമുള്ള യുവാക്കളെ, ഇഹ്തരിഫു, നിങ്ങൾ അധ്വാനിക്കുക, പണിയെടുക്കുക. ലാ തഹ്താജൂന ഇലാ അൻ തഅതു ഇലാ അബ്വാബി ഹൗലാ, ചില ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം, നിങ്ങൾ ഇന്ന ഇന്ന ആളുകളുടെ വാതിൽക്കൽ പോയി കൈ നീട്ടേണ്ട ആവശ്യമുള്ള ആളുകളല്ല, അതുകൊണ്ട് ഇഹ്തരിഫു, നിങ്ങൾ അധ്വാനിക്കുക, ഹലാലായ മാർഗത്തിൽ നിങ്ങൾ പണിയെടുക്കുക, മടിയന്മാരാകാതിരിക്കുക എന്ന് ഇമാം അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കാന സക്കരിയ നജ്ജാറൻ, അമ്പിയാക്കളുടെ മാതൃകയാണ്. അമ്പിയാക്കൾ അവർ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച ആളുകളാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആശാരിയായിരുന്നു എന്നാണ്. അതിലൊരു കുറവും അവർ കണ്ടെത്തിയില്ല, ഒരു നാണക്കേടും ഒരു അപമാനവും അതിലവർ മനസ്സിലാക്കിയില്ല. അന്തസ്സോടുകൂടി അവർ പണിയെടുത്തിരുന്നു എന്നാണ്. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഫീഹി ജവാസുസ് സ്വനാഇ വഅന്ന അൻ-നിജാറത ലാ തുസ്ഖിതുൽ മുറൂഅ വഅന്നഹാ സ്വനഅത്തുൻ ഫാദില, പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് തെളിയിക്കുന്ന ഹദീസാണിത്. അതുപോലെ തന്നെ ആശാരിപ്പണി പോലെയുള്ള പണികൾ, കൈകൊണ്ട് എടുക്കുന്ന ഇത്തരത്തിലുള്ള പണികൾ, അത് ഒരുവന്റെ വ്യക്തിത്വത്തെ, അവന്റെ അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തുകയില്ല, അതിനൊരു ഭംഗവും വരുത്തുകയില്ല. അത് ശ്രേഷ്ഠകരമായ ഒരു പണി തന്നെയാണ്, അധ്വാനം തന്നെയാണ് എന്ന് ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. എല്ലാ പ്രവാചകന്മാരും അധ്വാനിച്ച ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അവിടുന്ന് അധ്വാനിച്ചിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകൻ അദ്ദേഹം ആടിനെ മേച്ചിട്ടല്ലാതെ. എല്ലാ പ്രവാചകന്മാരും എടുത്ത പണിയാണെന്ന് ആടിനെ മേക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ താങ്കളും അപ്രകാരം ആടിനെ മേച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു അർആഹാ ലിഖറാരീത ലിഅഹ്ലി മക്ക, മക്കക്കാർക്ക് വേണ്ടി ചില ദീനാറുകൾ കൂലി നിശ്ചയിച്ചുകൊണ്ട് ഞാനും ആടിനെ മേച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫു നഅലഹു വയഖീതു സൗബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പ് നന്നാക്കാറുണ്ടായിരുന്നു, അവിടുത്തെ വസ്ത്രം അവിടുന്ന് തുന്നാറുണ്ടായിരുന്നു. വകാന യഅമലു ഫീ ബൈതിഹി കമാ യഅമലു അഹദുകും ഫീ ബൈതിഹി, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ എടുക്കുന്ന പണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലും ചെയ്യാറുണ്ടായിരുന്നു, അവിടുന്ന് പണിയെടുക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. അപ്പൊ ഒരു വ്യക്തി അവന്റെ സമ്പാദ്യത്തിലെ ഏറ്റവും വിശിഷ്ടമായത് എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന,
സ്വയം പണിയെടുത്തു സമ്പാദിക്കുന്ന സമ്പാദ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അത്യബ മാ യഅകുലു അർ-റജുലു മിൻ കസബി. ഒരു വ്യക്തി ഭക്ഷിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണമെന്നാൽ അവൻ സമ്പാദിച്ച് അവൻ പണിയെടുത്തുണ്ടാക്കുന്ന ഭക്ഷണമാണ്, സമ്പാദ്യമാണ് എന്ന് അവിടുന്ന് പറയുകയാണ്. ഒരിക്കൽ അവിടുത്തോട് ചോദിച്ച അല്ലാഹുവിന്റെ റസൂലെ, ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ. ഓരോ വ്യക്തിയും തന്റെ കൈ കൊണ്ട് എടുക്കുന്ന പണി, സ്വന്തം അധ്വാനിച്ച് ചെയ്യുന്ന പണി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി. അതുപോലെ തന്നെ നന്മയുള്ള ഹലാലായ കച്ചവടവും അതുപോലെ തന്നെ ശ്രേഷ്ഠകരമായ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കുക, പണിയെടുക്കുക, സമ്പാദിച്ച് കുടുംബത്തെയും അതുപോലെ തന്നെ മക്കളെയും പോറ്റുക എന്നുള്ളത്, മറ്റുള്ള ആളുകളുടെ ചെലവിൽ കഴിയുക എന്നുള്ളത്, അവരുടെ മുന്നിൽ കൈനീട്ടുക എന്നുള്ളത്, അവരുടെ ഔദാര്യം പ്രതീക്ഷിച്ച് മടിപിടിച്ചിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ, ആക്ഷേപിച്ച കാര്യമാണ്. ഇമാം മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വല്ല ആളുകളും ഇത്തരം പണിയെടുക്കാത്ത മടിയന്മാരായ വല്ല ആളുകളും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവരോട് പറയാറുണ്ടായിരുന്നു, മാലക അല്ലാ തത്തജിർ. അല്ല മനുഷ്യ, എന്താ നിനക്ക് കച്ചവടം ചെയ്യുവാൻ, പണിയെടുക്കുവാൻ എന്താണ് തടസ്സം? വകാന അബൂബക്കറിൻ താജിറ ഖുറൈശ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശികളിലെ കച്ചവടക്കാരനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാന്മാരെ സലഫ് സ്വാലിഹീങ്ങൾ, അവർ ഒരു പണിയില്ലാതെ, ദുനിയാവിന്റെ പണിയുമില്ല, ആഖിറത്തിന്റെ ശുഗലുമില്ലാതെ ബത്താലായി വെറുതെ ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അങ്ങനെ നടക്കുന്ന ആളുകളെ സലഫുകൾ വെറുത്തിരുന്നു, അങ്ങനെയുള്ള ആളുകളെ സലഫുകൾ ആക്ഷേപിച്ചിരുന്നു എന്നാണ്. ഒരു പണിയുമില്ലാതെ നടക്കുന്ന ആളുകൾ, ദുനിയാവിന്റെ കാര്യത്തിലുമില്ല, ആഖിറത്തിന്റെ കാര്യത്തിലുമില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇന്നി അക്റഹു ലഅറ റജുല ഫാരിഗൻ ലാ അറ ഫി അമലി ദുനിയ വൽ ആഖിറ. പരലോകത്തിന്റെ പ്രവർത്തനങ്ങളിലാകട്ടെ ദുനിയാവിന്റെ പ്രവർത്തനങ്ങളിലാകാതെയും ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പുള്ള, ദേഷ്യമുള്ള കാര്യമാണെന്നാണ്. പരലോകത്തിന്റെ പണിയിലേക്കുമില്ല, ദുനിയാവിന്റെ പണിയിലേക്കുമില്ലാതെ വെറുതെ എങ്ങനെ ഇരിക്കുക, അങ്ങനെയുള്ള ആളുകളെ കാണുക എന്നുള്ളത് എനിക്ക് വെറുപ്പാകുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, അത്തജ്റു ഫിൽ ബഹർ, ഞാൻ കടലിൽ പോയി കച്ചവടം ചെയ്യട്ടെ, കടലിൽ വല്ല പണിയുമുണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ പോയി കച്ചവടം ചെയ്യട്ടെ? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത്തജ്റു ഫിൽ ബർരി വൽ ബഹർ വസ്തഗ്നി അനിൻ നാസ്. നീ കടലിലോ കരയിലോ എവിടെ പോയി വേണമെങ്കിലും നീ കച്ചവടം ചെയ്യുക, പണിയെടുക്കുക, ജനങ്ങളിൽ നിന്ന് നീ ധന്യനാവുക. അവരടുക്കൽ പോയി കൈനീട്ടുന്ന, അവരുടെ ഔദാര്യം പ്രതീക്ഷിച്ച് ഒരു പണിക്കും പോകാത്ത അവസ്ഥയിൽ നിന്ന് നീ ധന്യനാവുക എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എത്ര കഷ്ടപ്പെടേണ്ട പണിയാണെങ്കിലും, എത്ര കഷ്ടപ്പാടുള്ള പണിയാണെങ്കിലും, ജോലിയാണെങ്കിലും മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടുക, അവരുടെ ഔദാര്യം പ്രതീക്ഷിച്ചിരിക്കുക എന്നതിനേക്കാൾ ഖൈറാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ലഅൻ യഹ്തതിബ അഹദുകും ഹുസ്മതൻ അലാ ളഹ്രിഹി ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അഹദൻ ഫയുഅതിയഹു ഔ യംനഅഹു. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളടുക്കൽ പോയി അവൻ ചോദിക്കണം, അവന്റെ ആവശ്യങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടി ആളുകളോട് പോയി ചോദിക്കണം. ആളുകൾ ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. ചില ആളുകൾ നൽകും, ചില ആളുകൾ നൽകിയെന്നില്ല. അതിനേക്കാൾ ഖൈറാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം വിറക് വെട്ടിക്കൊണ്ടുവന്ന് ചെന്റെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കുക, അങ്ങനെ ജോലി എടുക്കുക എന്നുള്ളത് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യമാണെന്ന്. ജനങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ തരും,
ചിലപ്പോൾ അവർ തന്നുകൊള്ളണമെന്നില്ല. അതിനേക്കാൾ ഖൈറാണ് വിറക് വെട്ടി ചുമലിൽ അത് ഏന്തി അത് വഹിച്ച് അത് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ എത്ര തരം താഴ്ന്ന ജോലിയാണെങ്കിലും ഹലാലാണ് എങ്കിൽ അതിലാണ് ഇസ്സത്തുള്ളത്. എത്ര ചെറിയ പണിയാണ് എങ്കിലും എത്ര കഷ്ടപ്പാടുള്ള പണിയാണ് എങ്കിലും അത് അള്ളാഹു ഹലാലാക്കിയതാണോ എങ്കിൽ അതിലാണ് ഇസ്സത്തുള്ളത്. ആളുകളുടെ മുന്നിൽ കൈ നീട്ടുക എന്നതിനേക്കാൾ ഇസ്സത്ത് അതിലാണുള്ളത്. ആളുകളുടെ മുന്നിൽ കൈ നീട്ടുക, അവരുടെ ഔദാര്യം പ്രതീക്ഷിക്കുക എന്നുള്ളത് അപമാനമായി നമ്മൾ കണക്കാക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും യോജിച്ച കാര്യമായി നമ്മൾ മനസ്സിലാക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കവി പറഞ്ഞതായി കാണാം, ലഹംലു സുഖ്രി മിൻ ഫൗഖിൽ ജിബാലി അഹബ്ബു ഇലയ്യ മിൻ ദുല്ലി സുആലി. പർവ്വതങ്ങൾക്ക് മുകളിൽ പോയി വലിയ പാറക്കല്ലുകൾ ഏറ്റിവരിക എന്നുള്ളതാണ് ജനങ്ങളോട് ചോദിച്ച് അപമാനിതനാകുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ളത്. വലിയ വലിയ പർവ്വതങ്ങൾക്ക് മുകളിൽ പോയി കല്ലുകൾ വഹിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ജനങ്ങളോട് ചോദിച്ച് അപമാനിതനാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. യഖൂലുൻ നാസു കസ്ബുൻ ഫീഹി ആറു ഫഖുൽതു അൽ ആറു ഫീ ദുല്ലി സുആലി. ജനങ്ങൾ പറയും അതൊക്കെ മോശപ്പെട്ട പണിയല്ലേ, അതൊക്കെ അന്തസ്സുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ പണിയാണോ എന്ന് ജനങ്ങൾ പറയും. എന്നാൽ ഞാൻ പറയട്ടെ, അതിനേക്കാൾ അപമാനം നിറഞ്ഞത് ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളതാണ് എന്നൊരു കവി പാടിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അധ്വാനിച്ച് പണിയെടുക്കുക എന്നുള്ളത് അത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുക എന്നുള്ളത് അത് സ്വർഗപ്രവേശനത്തിന് വരെ കാരണമായേക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. സത്യസന്ധനായ ഉത്തരവാദിത്വബോധമുള്ള അമാനത്തുള്ള ഒരു കച്ചവടക്കാരൻ അവൻ പരലോകത്ത് നബിമാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പമായിരിക്കും. അവന്റെ കച്ചവടത്തിൽ അവൻ സത്യസന്ധത പുലർത്തുകയാണ്, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സലഫുസ് സാലിഹീങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. സ്വഹാബികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ് അവർ. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സ്വഹാബികൾ അവരെ എല്ലാ നിലക്കും സഹായിച്ച ആളുകളാണ് മദീനയിലെ അൻസ്വാരികളായ സ്വഹാബികൾ. സ്വന്തം വീടും സമ്പത്തും അതുപോലെ തന്നെ സമ്പാദ്യവുമെല്ലാം വീതിച്ചു നൽകി അവർ മുഹാജിറുകളായ സ്വഹാബികൾക്ക് വേണ്ടി. അപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹം മക്കയിലെ വലിയ ധനികനാണ്. അദ്ദേഹം സ്വന്തം നാടും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു റബീഅ എന്ന സ്വഹാബിയെയാണ് കൂട്ടുകാരനായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. സഅദ് ഇബ്നു റബീഅ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് തന്റെ സമ്പാദ്യത്തിന്റെ പകുതി നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം സഅദിനോട് പറഞ്ഞു, ദുല്ലൂനി അലസ്സൂഖ്, എനിക്ക് നിങ്ങൾ മദീനയിലെ കച്ചവടം ചെയ്യാനുള്ള അങ്ങാടികൾ, ചന്തകൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക, ഞാൻ കച്ചവടം ചെയ്തു കൊള്ളാം എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്.
അദ്ദേഹം കച്ചവടത്തിലേക്ക് ഇറങ്ങി, ചന്തയിലേക്ക് ഇറങ്ങി, അദ്ദേഹം കച്ചവടം ചെയ്തു, വീണ്ടും അദ്ദേഹം ധനികനായി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങളാണ്. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു വ്യക്തി അദ്ദേഹം നടന്നു പോവുകയുണ്ടായി. അദ്ദേഹം അധ്വാനിക്കുന്നതിനു വേണ്ടി അങ്ങേയറ്റം ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി അധ്വാനിക്കുന്നതിനു വേണ്ടി പോവുകയാണ്. ഈ ആവേശവും ഈ ഉന്മേഷവും കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ വ്യക്തിയുടെ ഈ ആവേശവും ഉന്മേഷവും അല്ലാഹുവിന്റെ മാർഗത്തിലായിരുന്നു എങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലും യുദ്ധത്തിലുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് സ്വഹാബികൾ പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പറഞ്ഞതായി കാണാം, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. ഈ വ്യക്തി ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി നടന്നു പോകുന്നത് തന്റെ ചെറിയ മക്കളെ പോറ്റി വളർത്തുവാനാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗമാണ്, അത് ഫീ സബീലില്ലയാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈൻ കബീറൈൻ ഫഹുവ ഫീ സബീലില്ലാഹ്. അയാൾ ആവേശത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി പോകുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അത് ഫീ സബീലില്ലയാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി യഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം നഫ്സിന്റെ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കുവാൻ, മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ കൈ നീട്ടേണ്ടതില്ലാത്ത രീതിയിൽ സ്വന്തം നഫ്സിനെ സംരക്ഷിക്കുവാനാണ് അയാൾ ഈ പരിശ്രമിക്കുന്നത് എങ്കിൽ അത് ഫീ സബീലില്ലയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവസാനം അവിടുന്ന് പറഞ്ഞു, വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ. അയാൾ ജനങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി, അഹങ്കാരം നടിക്കുന്നതിന് വേണ്ടി, പെരുമ നടിക്കുന്നതിന് വേണ്ടിയാണ്, ഞാൻ വലിയ അധ്വാനിയാണ്, എന്റെ പരിശ്രമമാണ് ഇതെല്ലാം എന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പാനത് എങ്കിൽ അത് ശൈത്താനിന്റെ സബീലാണ്, മാർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാൻ. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹലാലായി സമ്പാദിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ് എന്നാണ്, അത് സ്വതക്കയാണ് എന്നാണ്. ഒരാൾ നല്ല നിയ്യത്തോടുകൂടി സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അവന് പ്രതിഫലം ലഭിക്കും. നിയ്യത്ത് ശുദ്ധീകരിക്കുകയാണെങ്കിൽ, ഇഖ്ലാസുള്ള നിയ്യത്താണ് എങ്കിൽ, പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിന് വരെ നമുക്ക് വലിയ പ്രതിഫലം കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തരികൾ, അതിൽ പോലും നിനക്ക് പുണ്യമുണ്ട് എന്നാണ്. എങ്ങനെയാണെങ്കിൽ ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ, പ്രതിഫലം കാംക്ഷിക്കുകയാണ് എങ്കിൽ അതിൽ വരെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ത്വലബുൽ ഹലാൽ വന്നഫഖതു അലൽ ഇയാൽ ബാബുൻ അദീമുൻ ലാ യഅദിലുഹാ ശൈഉൻ മിൻ അബ്വാബിൽ ഖൈർ. ഹലാലായ സമ്പാദ്യം തേടുക എന്നുള്ളത്, ഹലാലായി അധ്വാനിക്കുക എന്നുള്ളത്, അങ്ങനെ അധ്വാനിച്ച് കുടുംബത്തിനെ പോറ്റുക എന്നുള്ളത് നന്മകളുടെ വാതിലുകളിൽ പകരം വെക്കാനില്ലാത്ത, തുല്യതകളില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് ഹലാലായി സമ്പാദിക്കുക, ഹറാമിനെ പേടിക്കുക. സമ്പാദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹലാലിൽ ഹറാം കലരുന്നുണ്ടോ എന്ന ഭയത്തോടെ ശ്രദ്ധയോടെ സമ്പാദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ സന്താനങ്ങളിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ്. ഹറാം കലരാതെ ഹലാൽ സമ്പാദിക്കുക എന്നുള്ളത്, അതിന്റെ സ്വാധീനം നമ്മുടെ കുടുംബത്തിലും മക്കളിലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ.
സമ്പാദ്യത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവൻ എവിടെ നിന്ന് സമ്പാദിച്ചു, എന്ത് കാര്യത്തിൽ ചെലവഴിച്ചു? ഈ 2 ചോദ്യങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും മറുപടി ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിനോടൊപ്പം ഇഖ്ലാസോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിൽ ഹലാലായ മാർഗത്തിൽ അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുവാൻ നമ്മൾ ശീലിക്കുക. ജനങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിക്കുക, അവരുടെ മുന്നിൽ കൈ നീട്ടുക, മടിയന്മാരായി അലസന്മാരായി മാറുക എന്നുള്ളതിനെ നമ്മൾ പേടിക്കുകയും വെറുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് നൽകിയതിൽ നിന്ന് പരലോകത്തിന് വേണ്ടി നീ പണിയെടുക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിലെ നിന്റെ പങ്ക് നീ മറക്കേണ്ടതില്ല. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മകൾ ചെയ്യുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ നീ മുതിരരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള ഉപകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലൂടെ നമുക്ക് ആവശ്യമായ ഉപകാരമുള്ള എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു ഈ ദീനിലൂടെ നമുക്ക് താക്കീത് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദീൻ അല്ലാഹു നമുക്ക് നൽകിയതിന്റെ പേരിൽ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഇസ്സത്തോടുകൂടി അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.